സോ ഗൈസ് ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. കുറെ ആഴ്ചകളും മാസങ്ങളൊക്കെ ആയി പ്ലാൻ ചെയ്യണു. പക്ഷെ ഒരു തീരുമാനത്തിലെത്തിണ്ടായില്ല. അങ്ങനെ ഞങ്ങള് അന്ന് ബർത്ത്ഡേയുടെ അന്ന് ഞാനും അമ്മയും കൂടി കടയിലൊക്കെ പോയി അവൾക്ക് കുറെ ചെറിയ ചെറിയ സാധനങ്ങളാണ് വാങ്ങാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മേക്കപ്പിന്റെ സാധനങ്ങളായിട്ടും പിന്നെ ഡെയിലി യൂസ് ചെയ്യണ സാധനങ്ങൾ അങ്ങനെ മേടിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നെ. ഞാനിത് ലോങ് വീഡിയോ ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായ പക്ഷെ എടുത്തു വന്നപ്പോ ഷോർട്ട് വീഡിയോന്റെ ഇഷ്യൂ ആയിപ്പോയി. അപ്പൊ അങ്ങനെ ഞങ്ങള് കടയിൽ കയറി ഹാപ്പി ബർത്ത്ഡേയുടെ സാധനങ്ങളില്ലേ അതും ബലൂണുകളും പോപ്പർ സ്നോ സ്പ്രേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായി. അതൊക്കെ പോയി മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാക്സിൽ പോയി ഡ്രസ്സ് നോക്കാൻ. പിന്നെ ഫ്രെയിം അവൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റില്. പക്ഷെ ആ ഫ്രെയിമിന്റെ ഒരു പ്രശ്നം പറ്റിയ അതില് ചില ഫോട്ടോസ് എഡിറ്റ് ചെയ്തത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അവളെ കുറെ ഭാഗത്ത് കട്ടായി പോയി. അങ്ങനെ പിന്നെ കേക്കൊക്കെ മേടിച്ചു. പിന്നെ വീട്ടിൽ വന്ന് ബലൂൺ വീർപ്പിക്കലും പിന്നെ കാറിന്റെ ബാക്കിലായിരുന്നു ബലൂണും ഡെക്കറേഷനൊക്കെ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നെ. അവൾക്ക് സർപ്രൈസ് ആണല്ലോ. റൂമില് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും മനസ്സിലാവും. അതുകൊണ്ട് ഈ പ്രാവശ്യം വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാറിന്റെ ബാക്കിൽ വെച്ചു. ഞങ്ങള് പുറത്തേക്ക് പോയിട്ട് എന്താ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെ. പുറത്ത് പോയിട്ട് കാറിൽ അങ്ങനെ സെറ്റ് ആക്കാം, പുറത്ത് പോയിട്ട് സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ മഴയൊക്കെ കാരണം കൊണ്ട് അത് നടന്നില്ല. പിന്നെ അവളെ വിളിച്ച് പുറത്തേക്ക് വരുത്തി. ഈ പോപ്പർ പൊട്ടണതുണ്ടല്ലോ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഈ പ്രാവശ്യം എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പോപ്പർ പൊട്ടിയില്ല. ഞാനും അച്ഛനും കുറെ തിരിച്ചു നോക്കി. പക്ഷെ പൊട്ടണുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അത് കുത്തിപ്പൊളിച്ച് അങ്ങനെ അവളുടെ മേത്തേക്ക് ഇട്ടു. അതാണ് ഉണ്ടായത്. കേക്ക് സംഭവം ഡെക്കറേഷൻ അതൊക്കെ സെറ്റായി. എല്ലാം അവള് സർപ്രൈസ്ഡ് ആയി എന്നുള്ളതാണ്. അവള് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സംഭവം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഫ്ലോപ്പായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സർപ്രൈസ് ആയി. ഫ്ലോപ്പ് ആയത് എന്നിട്ടാന്നറിയോ, ഞാൻ അവിടെ പോപ്പർ പിടിച്ച് നിൽക്കായിരുന്നു ഫ്രണ്ടില്. ഞാൻ അവള് സൈഡിൽ കൂടെ വരുള്ളൂ എന്ന് വിചാരിച്ചേ. പക്ഷെ അവള് ഫ്രണ്ടിൽ കൂടെ വന്നേ. അതാണ് അവിടെ ഫ്ലോപ്പായേ. അവള് വന്നതും എന്നെയാണ് ആദ്യം കണ്ടത്. ഞാൻ പോപ്പർ പിടിച്ച് നിൽക്കണതാ കണ്ടത്. അപ്പൊ അവൾക്ക് മനസ്സിലായി അവിടെ സർപ്രൈസ് ഉണ്ടെന്ന്. എന്നാലും കുഴപ്പമില്ല. അവള് അഡ്ജസ്റ്റ് ചെയ്ത് സർപ്രൈസ് ആയ പോലെയൊക്കെ അഭിനയിച്ച് നിന്നു വീഡിയോക്ക് വേണ്ടി. എപ്പോഴും എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ വീണ്ടും ഉള്ളിൽ തന്നെ നടത്താറ്. പക്ഷെ ഇപ്രാവശ്യം കാറിന്റെ ഉള്ളിൽ വെച്ചത് അവൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഹാപ്പിനെസ് അവളുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിൽ വന്നിട്ടാ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റ് കൊടുക്കണതൊക്കെ ആയിരുന്നു. ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത ഷോർട്സിലായിട്ട് അപ്ലോഡ് ചെയ്യാം.